IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വോട്ട് നേടിയെന്ന പരാതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി R. ശ്രീലേഖയ്ക്കെതിരെ തുടർ നടപടിക്ക് നിർദ്ദേശം. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോസ്റ്ററുകൾക്ക് പുറമെ IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വീടുകളിൽ നോട്ടീസുകൾ വിതരണം ചെയ്തെന്ന് കാണിച്ച ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി രശ്മി TS നൽകിയ പുതിയ പരാതിയിലാണ് വീണ്ടും നടപടി സാധ്യത. തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥി R. ശ്രീലേഖയ്ക്കെതിരെ വീണ്ടും IPS ഉദ്യോഗസ്ഥ എന്ന പദവി ദുരുപയോഗം ചെയ്തെന്ന് പരാതി. IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ നോട്ടീസുകൾ വീടുകളിൽ വിതരണം ചെയ്തു എന്നാണ് പുതിയ പരാതി. വാർഡിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി രശ്മി TS ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. വീണ്ടും എല്ലാ വീടുകളിലും ലീഫ്ലെറ്റ്സ് കൊടുത്തിരുന്നതിൽ IPS അതുപോലെ അതായത് അവരുടെ അഭ്യർത്ഥന കൊടുത്തിരുന്നത് BJPക്കാർ IPS വെച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്നും വിഡ്രോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കൃത്യമായ മോഡ് ഓഫ് കോഡ് ആൻഡ് കണ്ടക്ട് പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമപ്രകാരം അത് തെറ്റാണ്. അപ്പോൾ അത് കാരണം BJP കാൻഡിഡേറ്റായ ശ്രീമതി ശ്രീലേഖ മാഡത്തിനെ അയോഗ്യയാക്കണം എന്നാണ് ഞാൻ പരാതി കൊടുത്തത്. പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും R. ശ്രീലേഖ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ ശ്രീലേഖ IPS എന്ന് ഉപയോഗിച്ചെന്ന പരാതിക്ക് പിന്നാലെ IPS റിട്ടയർഡ് എന്നാക്കി മാറ്റാൻ ജില്ലാ കളക്ടർ നേരത്തെ ഉത്തരവിട്ടിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.